ക്യാമറമാൻ നമ്മുടെ വീണ ജോർജിനെ ഒന്ന് ഫോക്കസ് ചെയ്യൂ. ആറന്മുളയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വീണ ജോർജ്. ഓക്കെ, റെഡി. ക്യാമറമാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? സമയമായല്ലോ വീണ ജോർജ്, സമയമായിട്ടില്ല. തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും അല്ലേ? ആറന്മുളയിൽ കടുത്ത പോരാട്ടമായിരുന്നു. ഇത്ര പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ ജോർജ്, അബിൻ വർക്കി പോരാട്ടം, വാക്പോര്, ഈ പറയുന്ന പരസ്യ സംവാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രോളുകൾ, അങ്ങനെ നിറഞ്ഞു കളിച്ച സംഭവമായിരുന്നു ഒരു പ്രചരണകാലമാണ് ആറന്മുളയിൽ ഉണ്ടായത്. ആറന്മുളയിലും വേണമെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തി. എന്തും സംഭവിക്കാം അവിടെ. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും എന്ത് സംഭവിച്ചാലും എല്ലാ സ്ഥലവും അവിടെ കൈകൊട്ടിക്കളി സംഘം ഇടവേളകളില്ലാതെ കഴിഞ്ഞ 2-2.5 മണിക്കൂറായി, കഴിഞ്ഞ 1.5 മണിക്കൂർ, ഒരു മണിക്കൂറെങ്കിലുമായി കൈകൊട്ടിക്കളി സംഘം നിർത്താതെ നർത്തനത്തിലാണ്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഡാൻസ് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ജിൽ അമ്പടി. ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ അവിടെ വീണ ജോർജ് കളത്തിലുണ്ട്. ചുറ്റും പ്രവർത്തകരുണ്ട്. ഒരുപാട് പേർ വന്ന് അടുത്ത് സംസാരിക്കുന്നുണ്ട്. പ്രചരണം പരമാവധിയല്ലേ? ആവേശം പരകോടിയല്ലേ? കാശ്മീർ കലാശക്കൊട്ടിന്റെ എല്ലാ ആവേശവും നമുക്ക് പത്തനംതിട്ട ആറന്മുള നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് LDF പ്രവർത്തകർ, LDF സ്ഥാനാർത്ഥി വീണ ജോർജിന് വേണ്ടി കലാശക്കൊട്ട് ഭാഗമാകുന്നതാണ്. പല പ്രവർത്തകരും LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെ വന്ന് ആലിംഗനം ചെയ്യുന്നതും അതുപോലെ തന്നെ കയ്യിൽ പിടിക്കുന്നതും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. കലാശക്കൊട്ട് അങ്ങേയറ്റം ഉത്സവ ലഹരിയിലാണ് ഈ ഒരു സമയം തന്നെ പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും ആറന്മുളയിൽ വെല്ലുമ വീടല്ലേ. ശ്രദ്ധിച്ചു നീക്കണം. ഹാഷ്മി, ഒരു വെല്ലുമ്മയുടെ കുട പോയിട്ടുണ്ട്, അത് നമുക്ക് തപ്പിയെടുത്ത് കൊടുക്കാം. അപ്പോ ഇതിനകത്ത് സ്ഥാനാർത്ഥിക്ക് എന്ത് തോന്നുന്നില്ല ഈ ഒരു വൈബില്? ഈ വൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ഡലത്തിന്റെ ആവേശമാണ്. പ്രവർത്തകരുടെ അതോടൊപ്പം പൊതുസമൂഹത്തിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാൻ പറഞ്ഞതുപോലെ വൻപിച്ച ഭൂരിപക്ഷം ലഭിക്കും. പ്രവർത്തകർ ഭയങ്കര ആവേശത്തിലാണ്. അത് വിജയം ഉറപ്പിച്ചിട്ടുള്ള ആവേശമാണോ ഇത്? വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഓരോ ഇഞ്ചിലും ആവേശം, ഓരോ കോശത്തിലും ആവേശം, ഓരോ അണുവിലും ആവേശം, രാഷ്ട്രീയ ആവേശം അതിന്റെ പരകോടിയിലേക്ക് അങ്ങനെ പതഞ്ഞുയരുന്ന കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സ്ക്രീനിൽ നിങ്ങൾ കേരളത്തിൽ കൂടി കാണുകയാണ്. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഓരോ വോട്ട് വിലപ്പെട്ടതാണെന്ന് പറയുന്നത് പോലുള്ള പ്രഖ്യാപനങ്ങൾ അവിടെ കേൾക്കുന്നു. ഒന്ന് 25 കൊല്ലക്കാലം ഇവിടെ നടന്ന വികസന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾ വല്ലാതെ അമർഷത്തിലാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറൊരാൾ വേണം. അതാണ് അവരുടെ ചിന്ത. 2, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത നല്ല വികസന പ്രവർത്തനം, അതിന്റെ നേട്ടവും ഇവിടെ ഉണ്ടാവുന്നത്. 100 സീറ്റ് നേടും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് പറവൂരിൽ പോലും സംഭവിക്കില്ലെന്നാണ്. 100 സീറ്റ് ഒന്നും നേടാൻ പോകുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യം. ബാക്കി സ്ക്രീനിലുള്ള ബാക്കി എല്ലാ വിൻഡോകളിലും ആവേശത്തിന്റെ പരകോടി. അത് പേരൂർക്കടയാണ് അതിന്റെ പരമ ടോപ്പിലേക്ക് നിൽക്കുന്നത്. താനൂർ, തവനൂർ അടക്കമുള്ള സ്ഥലങ്ങൾ DJ പാർട്ടികൾ, അവിടെ മണിസിക്കാപ്പനാണോ? അല്ല, മണിസിക്കാപ്പനല്ല. അങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ നിൽക്കുന്നു. അങ്ങനെ പേരൂർക്കട തന്നെയാണ് എല്ലാ തവണ എത്തതുപോലെ. പേരൂർക്കടയ്ക്ക് ഒരു പടി മുന്നിൽ, അത് ഐറ്റം വേറെ എന്ന് പറയുന്ന പോലെ പേരൂർക്കട വേറെ ലെവലാണ്. ആ ലെവലിൽ പേരൂർക്കട നിൽക്കുന്നുണ്ട്. താനൂരും അടക്കമുള്ള മലബാർ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള അവസാന മണിക്കൂറുകളിലേക്ക് എത്തും. ഇനിയിപ്പോ ഷാർപ്പ് 2 മണിക്കൂർ മാത്രമാണ്. The final 2 hours of പരസ്യ പ്രചരണം to complete. ഇംഗ്ലീഷ് പഴയതുപോലെ ഇംഗ്ലീഷ് നിൽക്കുന്നില്ല. എന്താ പ്രശ്നം എന്നറിയില്ല. ഓക്കെ, കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങളായതുകൊണ്ടായിരിക്കും അലകടലോളം ആവേശമെന്ന് നമ്മുടെ ഗ്രാഫിക്സുകാർ പറയുന്ന പോലെ ഈ കേരളത്തിന്റെ ആകാശത്ത് കൊട്ടിക്കലാശത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കാൻ പോകുന്നു. നമുക്കറിയാം പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധമൊന്നും ഇപ്പൊ നമുക്ക് പ്രശ്നമല്ല. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 5 കൊല്ലക്കാലം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കപ്പെട്ട തിങ്കളാഴ്ചയിലായിരിക്കും. അതിന്റെ റിസൾട്ട് വരുന്ന മെയ് 4-ാം തീയതിയിലാണെങ്കിൽ പോലും പോളിംഗ് ബൂത്തിൽ നമ്മുടെ ജനങ്ങൾ വിധി എഴുതുക അടുത്ത മാസമാണ്. ഇപ്പോൾ കളമശ്ശേരി P. രാജീവും ഒക്കെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഏറ്റുമുട്ടുന്ന P. രാജീവ് ഒക്കെ ഏറ്റുമുട്ടുന്ന സ്ഥലത്തു നിന്നുള്ള കളിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയിലെ കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളി തിരുവാതിര കാശ്മീർ പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കാമില്ല. അല്ല, ഞാൻ ഈയിടയ്ക്ക് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. നമ്മുടെ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞു തമ്മിൽ വന്നിരുന്നു. ആറാട്ടണ്ണന്റെ കാര്യം അറിയാതെ ഓർത്തുപോയി. അണ്ണൻ വീട്ടിലിരുന്നപ്പോൾ ടെൻഷൻ ആവുന്നുണ്ടാവും. വീറോടെ വാശിയോടെ അവസാന മണിക്കൂറിൽ കൊട്ടിക്കലാശം അങ്ങനെ കസറാണ് അവിടെ. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാക്കി. എല്ലാ സ്ഥലങ്ങളിലും ആവേശത്തിന്റെ പരകോടിയിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും റോഡ് ഷോയായി സ്ഥാനാർത്ഥികൾ എവിടെയാണോ കുട്ടിക്കലാശത്തിന്റെ സംഗമഭൂമി അങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥികൾ എത്തുകയാണ്. അത് കേവലം ആവേശം മാത്രമല്ല, മുന്നണികൾക്ക് ഗ്രൗണ്ടിൽ നിശബ്ദ പ്രചരണം തലേന്നാൾ തങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളതിന്റെ ഒരു ശക്തി പ്രകടനം, ഒരു മൈറ്റിന്റെ പ്രകടനം കൂടിയാണ് ഗ്രൗണ്ടിൽ കാണുന്നത്.